So hello guys, my name is Nikhil. So നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിൽ തന്നെ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, കോൾഡ് ആസ് കാൽക്കുലസ്. ഓക്കെ, അപ്പോൾ കാൽക്കുലസ് കേട്ടിട്ടുണ്ടാവില്ല, എന്താണ് ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും അല്ലേ? മാത്സിൽ വരുന്ന ടോപ്പിക്കാണ് കാൽക്കുലസ്. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ കാൽക്കുലസ്. ഓക്കെ, പ്ലസ് 2 മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഫുൾ കാൽക്കുലസ് ആണ്, ഫുൾ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പോൾ മാത്സിൽ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്, നമുക്ക് ഫിസിക്സിൽ അത്രയൊന്നും വേണ്ട. ഫിസിക്സ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷനും ബേസിക് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷനും മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതിന് കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് കാൽക്കുലസ് നമ്മൾ ഫിസിക്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ നമ്മൾ ഫിസിക്സിൽ എങ്ങനെ യൂസ് ചെയ്യും, അതിൻ്റെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാൽക്കുലസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്സിനുള്ള വീഡിയോ അല്ല ഇത്, നമ്മൾ ഫിസിക്സിൻ്റെ കാൽക്കുലസ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റൂൾസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാൽക്കുലസ്. ഓക്കെ, ഇവിടെ അപ്പോൾ കാൽക്കുലസ് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? കാൽക്കുലസ് വാസ് ഡിസ്കവർഡ് ബൈ ആരാന്നറിയാലോ? വൺ ഓഫ് ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, എന്താണ്? ഐസക് ന്യൂട്ടൺ അല്ല. ഐസക് ന്യൂട്ടൻ്റെ ബെസ്റ്റ് ഡിസ്കവറിയാണ് എന്ത്? കാൽക്കുലസ് അല്ലേ? ലോസ് ഓഫ് മെക്കാനിക്സും കാൽക്കുലസ് ഇതെല്ലാം ഐസക് ന്യൂട്ടൻ്റെ ഡിസ്കവറിയാണ്. ഓക്കെ, അപ്പോൾ കാൽക്കുലസ് വാസ് ഡിസ്കവർഡ് ബൈ ഐസക് ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ കാൽക്കുലസ് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളത് രണ്ട് ടോപ്പിക്കായിട്ട് തിരിക്കും. കാൽക്കുലസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഒന്ന് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, പിന്നെ ഒന്ന് ഇൻറ്റഗ്രൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ ആൻഡ് ഇൻറ്റഗ്രൽ കാൽക്കുലസ്. ക്ലിയർ അല്ലേ? അതിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഓൾസോ നോൺ ആസ് ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇൻറ്റഗ്രൽ കാൽക്കുലസ് ഓൾസോ നോൺ ആസ് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടോപ്പിക് പഠിക്കാനുണ്ട്, ഒന്ന് ഡിഫറൻസിയേഷനും പിന്നെ ഒന്ന് ഇൻറ്റഗ്രേഷനും. ഓക്കെ, ഇൻറ്റഗ്രേഷൻ തന്നെ രണ്ട് തരമാണ്, വേണം അതുകൂടി പറഞ്ഞേക്കാം. ഇൻറ്റഗ്രേഷൻ ഈസ് ഓൾസോ ഓഫ് 2 ടൈപ്സ്. ഒന്ന് ഡെഫിനറ്റും പിന്നെ ഒന്ന് ഇൻഡെഫിനറ്റ്. ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷനും ഉണ്ട്, പിന്നെ ഇൻഡെഫിനറ്റ് ഇൻറ്റഗ്രേഷനും ഉണ്ട്. ഇൻഡെഫിനറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേഷൻ തന്നെ രണ്ട് തരം. ഏതൊക്കെയാണ്? ഒന്ന് ഡെഫിനറ്റ് പിന്നെ ഒന്ന് ഇൻഡെഫിനറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാൽക്കുലസിന് മുഴുവൻ ടോപ്പിക്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടോപ്പിക് ഏതാ? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിഫറൻസിയേഷൻ. ഇവിടെ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ടേം അറിയേണ്ടതുണ്ട്. ദാറ്റ് ടേം ഇസ് കോൾഡ് ആസ് ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻസിയേഷൻ കാൽക്കുലസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കുന്ന ഒരു ടേമാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് വേണം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും, ലൈക്ക് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. ശരിയല്ലേ? നമ്മൾ എക്സിന് ഓരോ വാല്യൂ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് വൈൻ്റെ ഓരോ കോറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടും. ശരിയല്ലേ? നമുക്ക് വേണം ചെയ്ത് നോക്കാം. ഈ അബവ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കിയേ. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇത് 0 ആകും, ഇത് 0 ആകും, ഇത് 1 അല്ലേ? അപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? y ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ 0 പ്ലസ് 1 അല്ലേ? ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അതേപോലെ എക്സിൻ്റെ വാല്യൂ 1 എന്ന് പുട്ട് ചെയ്താലോ? അപ്പോൾ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 1 എന്ന് പുട്ട് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? എക്സിന് പകരം 1 എന്ന് പുട്ട് ചെയ്യുക, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 അല്ലേ? ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ? അതേപോലെ എക്സിൻ്റെ വാല്യൂ 2 എന്ന് പുട്ട് ചെയ്യുമ്പോൾ അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1 എന്ന് വരും അല്ലേ? 2 സ്ക്വയർ 4 ആണ്, 4 പ്ലസ് 2 6 പ്ലസ് 1 7 അല്ലേ? അപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് കോറസ്പോണ്ടിങ് വൈൻ്റെ വാല്യൂ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സിൻ്റെ വാല്യൂ നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോറസ്പോണ്ടിങ് വൈൻ്റെ വാല്യൂയും മാറുകയാണല്ലേ? അതായത് വൈൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? എക്സിന് ഓരോ വാല്യൂ മാറുമ്പോൾ കോറസ്പോണ്ടിങ് വൈൻ്റെ വാല്യൂ മാറുന്നുണ്ട്. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ്
വാല്യൂ ഓഫ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എക്സ് അല്ലേ. വൈൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് മാത്തമാറ്റിക്കലി പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമ്മൾ മാത്സിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതാണ് മാത്സിൻ്റെ ലാംഗ്വേജിൽ ഡിപ്പെൻഡൻസി പറയുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്? ഇത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയായിരിക്കും? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എന്താണ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്? വൈ എക്സിനെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് മാത്സിലെ ലാംഗ്വേജ് നമ്മൾ എങ്ങനെ പറയും? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈ എക്സിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ മാറുമ്പോൾ വൈൻ്റെ വാല്യൂ മാറുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എഫ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ വൈ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഫംഗ്ഷനിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും അല്ലേ. എക്സ് എന്താണ്? എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. കാരണം എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വേണേൽ പുട്ട് ചെയ്യാം അല്ലേ. എക്സിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് പുട്ട് ചെയ്യാം, 1 എന്ന് പുട്ട് ചെയ്യാം, 2 എന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ. പക്ഷേ എക്സിൻ്റെ വാല്യൂ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈൻ്റെ വാല്യൂ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വൈൻ്റെ വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ വൈ ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഫംഗ്ഷനിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. അതാണ് എന്ത്? വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലെ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ദാറ്റ് ഈസ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ചില ബുക്കിൽ നോക്കിയാലേ ഇതേ സാധനം തന്നെ ഇത് ഇങ്ങനെ എഴുതുന്ന കാണാം. ദാറ്റ് ഈസ് വൈ ബ്രാക്കറ്റിൽ ഒരു എക്സ് ഇട്ടിട്ട് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇങ്ങനെയും ചില ബുക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഒരു എക്സ് എഴുതിയിട്ടുണ്ട്. ഇത് വൈ ഇൻറ്റു എക്സ് അല്ല, ഇതും വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നെയാണ്. ക്ലിയർ അല്ലേ? വൈ എഴുതിയിട്ട് ഒരു ഇക്വേഷൻ തുടങ്ങുന്നതിന് മുന്നേ ബ്രാക്കറ്റിൽ ഒരു എക്സ് ഇട്ടതിൻ്റെ അർത്ഥം എന്താ? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെ ഒരു ഇക്വേഷൻ തുടങ്ങുന്നതിന് മുന്നേ വൈൻ്റെ ബ്രാക്കറ്റിൽ എക്സ് എഴുതിയാലും മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ക്ലിയർ അല്ലേ? വേണം ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലൈക്ക് ഇപ്പോൾ വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 2 ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ അറിയാം ഇത് വൈ ബ്രാക്കറ്റിൽ ഒരു എക്സ് ആണ്. അപ്പോൾ വൈ ഇൻറ്റു എക്സ് അല്ല, ഇത് എന്താ? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ബ്രാക്കറ്റിൽ എക്സ് വന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പോൾ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇതിന് വാല്യൂ തന്നിട്ടുണ്ട് 2x സ്ക്വയർ പ്ലസ് 2. ക്ലിയർ അല്ലേ? നമ്മളോട് ചോദിക്കുന്നത് വൈ ഓഫ് 1ൻ്റെ വാല്യൂ എന്താ? വൈ ഓഫ് 1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 1 എന്ന് പുട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? എക്സിൻ്റെ വാല്യൂ 1 എന്ന് പുട്ട് ചെയ്താൽ എന്തായി? വൈ ഓഫ് 1 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ പ്ലസ് 2. ശരിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു 1 ഇസ് 2, 2 പ്ലസ് 2 ഇസ് 4 അല്ലേ. അപ്പോൾ വൈ ഓഫ് 1 എന്ന് പറയുന്നത് 4 കിട്ടും. ക്ലിയർ അല്ലേ? അതേപോലെ വൈ ഓഫ് 2 ചോദിച്ചാലോ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 എന്ന് പുട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ പ്ലസ് 2. ശരിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എന്ത് വരും? 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 4 8, 8 പ്ലസ് 2 10 എന്ന് വരും അല്ലേ. അപ്പോൾ 10 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇതാണ് എന്ത്? ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ദാറ്റ് ഈസ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറൻസിയേഷൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഡിഫറൻസിയേഷൻ ഒരു ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന റേറ്റിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്പറേഷനാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഓപ്പറേഷനാണ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കൊരു ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, ഒരു ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഡിഫറൻസിയേഷൻ. It helps to calculate or measure rate of change of any function, rate of change of something. Something can be anything. Okay, something can be anything like function or anything. For example, rate എന്ന് വെച്ചാൽ എന്താണ്? What is rate? For example, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ലൈക്ക് ചുമ്മാ ഒരു എക്സാമ്പിൾ, ലൈക്ക് ഇപ്പം എൻ്റെ ഹൈറ്റ് ഒരു 150 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെ 152 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പം നിഖിൽ സാറിൻ്റെ ഹൈറ്റ് ഒരു 152 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക.
ഇന്നത്തെ ഡേറ്റ് എന്താ? ടുഡേ ഈസ് 15th of August. ഓക്കെ, 24. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഹൈറ്റ് ഒരു 152 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കും. കഴിഞ്ഞ വർഷം എൻ്റെ ഹൈറ്റ് 140 സെൻറ്റിമീറ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ഹൈറ്റ് 140 സെൻറ്റിമീറ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് എന്തായിരിക്കും? അപ്പം 15/8/23. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു വർഷം കൊണ്ട് എൻ്റെ ഹൈറ്റ് എന്തോരം ചേഞ്ച് ചെയ്തു? അതിൻ്റെ ഗ്രോത്ത് റേറ്റ് പറയാമോ? ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും? ഗ്രോത്ത് റേറ്റ് എന്താ? ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യമേ ഇപ്പം എത്രയാ? 152 സെൻറ്റിമീറ്റർ അല്ലേ? കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 140 ആയിരുന്നു. അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര ഹൈറ്റ് കൂടി? ഒരു 12 സെൻറ്റിമീറ്റർ കൂടി അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഗ്രോത്ത് റേറ്റ് ഇവിടെ എത്രയാണ്? ഗ്രോത്ത് റേറ്റ് ഇസ് 12 സെൻറ്റിമീറ്റർ പെർ ഇയർ ആണ്. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഗ്രോത്ത് മാറുകയാണ് അല്ലേ? ഹൈറ്റ് മാറുകയാണ്. അപ്പോൾ അതാണ് എന്ത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരെന്താണ്? ഇതൊരു റേറ്റ് ആണ്. ക്ലിയർ അല്ലേ? 12 സെൻറ്റിമീറ്റർ പെർ ഇയർ. അതുപോലെ ഒരു മാസത്തിൽ എത്ര ഹൈറ്റ് മാറിയിട്ടുണ്ടാവും? അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇൻ 1 മന്ത്. ശരിയല്ലേ? ഒരു വർഷം കൊണ്ട് 12 സെൻറ്റിമീറ്റർ മാറിയാൽ ഒരു മന്ത് കൊണ്ട് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? കാരണം 1 ഇയർ എന്ന് പറയുമ്പോൾ 12 മന്ത്സ് ആണ്. അപ്പോൾ ഒരു മന്തിൽ ഓരോ സെൻറ്റിമീറ്റർ വീതം അല്ലേ? അപ്പോൾ 1 ഡേയിൽ എത്ര ആയിരിക്കും? ഒരു ഡേയിൽ എത്ര ഹൈറ്റ് മാറിയിട്ടുണ്ടാവും? 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഒരു മാസം എന്ന് പറയുമ്പോൾ 30, ആവറേജ് ഒരു 30 ഡേയ്സ് ആണ്. അപ്പോൾ 1/30 അല്ലേ? 1/30 സെൻറ്റിമീറ്റർ ഇൻ 1 ഡേ അല്ലെ? പെർ ഡേ അല്ലേ? ഇൻ 1 ഡേ അല്ലെങ്കിൽ പെർ ഡേ അല്ലേ? അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഡേയ്സിനെ നമുക്ക് മിനിറ്റ്സ് ആക്കി മാറ്റാം അല്ലേ? അല്ലെ ഇതിനെ അവർ ആക്കി മാറ്റാം. എങ്ങനെ? ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 hours ആണ്. അപ്പോൾ 1/30 × 24 അത്രയും സെൻറ്റിമീറ്റർ പെർ അവർ. ശരിയല്ലേ? അപ്പോൾ ഓരോ സമയത്ത് മാറുന്ന ആ ഹൈറ്റ്, ആ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഓരോ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി മെത്തേഡാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതെങ്ങനെ നമുക്ക് നോക്കാം. അതായത് ഈ റേറ്റ് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റ്, ഈ റേറ്റ് തന്നെ 2 തരമുണ്ട്. ഓക്കെ, റേറ്റ് തന്നെ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓക്കെ, ആവറേജ് റേറ്റ് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ഹൈറ്റിൻ്റെ കേസ് ആണെങ്കിൽ ഹൈറ്റിൻ്റെ കേസ് നമുക്ക് ആവറേജിൻ്റെ ഇക്വേഷൻ എഴുതാം. ΔH / ΔT. ഓക്കെ, അതെന്താണെന്ന് പിന്നെ പറയാം. ഇത്ര ഓർത്താൽ മതി. ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ΔH / ΔT. ഹൈറ്റ് ആണെങ്കിൽ ΔH / ΔT. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ ഇക്വേഷൻ ലിമിറ്റ് ΔT → 0 ΔH / ΔT ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. തൽക്കാലം എന്ന് ഓർക്കുക, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുന്ന ആ ഒരു രീതിയാണ് എന്ത്? ലിമിറ്റ് ΔT → 0 ΔH / ΔT. ഇതിന് ഷോർട്ടായിട്ട് നമ്മൾ DH / DT എന്നങ്ങ് എഴുതും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ DH / DT എന്ന് കണ്ടോ? ഈ DH / DT എന്ന് വെച്ചാൽ എന്താ? DH / DT നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിഫറൻസിയേഷൻ കൊണ്ട് എന്താ ഗുണം? നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. റേറ്റ് തന്നെ 2 തരമുണ്ട്. ആവറേജും ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസും ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ 1 ഡയമെൻഷണൽ മോഷന് പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഒന്ന് ആവറേജ് സ്പീഡും പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ശരിയല്ലേ? ആവറേജ് സ്പീഡും ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഉണ്ട് അല്ലേ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഡിഫറൻസിയേഷൻ. കാരണം നമുക്കറിയാം, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വണ്ടി വല്ല ഓടിക്കുമ്പോൾ നമ്മൾ ആവറേജ് സ്പീഡാണ് യൂസ് ചെയ്യുന്നത്, അതോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ആലപ്പുഴയിൽ നിന്ന് ചേർത്തല വരെ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ചേർത്തല ഒരു 40 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 50 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ചേർത്തലയിലെത്തും, അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തെത്തും. ഇപ്പോൾ എറണാകുളം, ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം ഒരു 50 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോവുകയാണ്. അപ്പോൾ ബൈക്കിലോ കാറിലോ നമ്മൾ പോകുമ്പോൾ ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ തുടങ്ങിയ സ്ഥലത്തു നിന്ന് ഫൈനൽ പോയിന്റ് വരെ എത്താൻ വേണ്ടിയിട്ട് എടുത്ത മൊത്തം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ് എന്ത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ തുടങ്ങി നമ്മളിപ്പോൾ എറണാകുളം വരെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ മുഴുവനും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എടുത്ത ടോട്ടൽ ടൈമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ക്ലിയർ അല്ലേ? അത് ഒറ്റ ഒരു സ്പീഡായിരിക്കും. ഒരു ഫുൾ ജേർണിയിൽ ഒറ്റ ഒരു സ്പീഡാണ് എന്ത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്.
പക്ഷെ നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല അല്ലേ. നമുക്ക് ശരിക്കും വേണ്ട എന്താ, നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് നമുക്ക് വേണ്ട അല്ലേ. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന ആ സ്പീഡ് ഏത് സ്പീഡാണ്, അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് അല്ലേ. ഓരോ സെക്കൻഡിൽ സ്പീഡ് മാറുന്നതനുസരിച്ച് നമുക്ക് ആ സ്പീഡ് അറിയണം അല്ലേ. വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എത്രയാണ് സ്പീഡ്, വണ്ടി സ്പീഡ് കൂടുമ്പോഴത്തേക്കും എത്രയാണ് സ്പീഡ്, ഓരോ സെക്കൻഡിലെ സ്പീഡ് നമ്മൾ അറിയണം. അല്ല ആവറേജ് സ്പീഡ് കൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന് കുറേ കൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് എന്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് വേണം ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു വണ്ടി ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. ലൈക്ക് ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ നമുക്ക് വേണം ഒരു വണ്ടിയൊക്കെ വരച്ച് നോക്കാം. ഒരു കാറോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, ഭംഗിയൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇതൊരു കാർ, തൽക്കാലത്തേക്ക് ഒരു കാർ. അപ്പോൾ കാർ എക്സ് ഇസ് ഈക്വൽ ടു 0 തുടങ്ങി അതിങ്ങനെ മൂവ് ചെയ്യാണ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 3, എക്സ് ഇസ് ഈക്വൽ ടു 4. ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോവാന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഗ്രാഫാണ് നമ്മൾ വരച്ചേക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പോവാണ്. പക്ഷേ ഈ ഗ്രാഫ് ഈ വണ്ടിയുടെ പൊസിഷൻ ടൈമിൻ്റെ റിലേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് കാർ ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു t². ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി ആ വണ്ടി മൂവ് ചെയ്യുന്ന പൊസിഷൻ ടൈമിൻ്റെ റിലേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു t². ക്ലിയർ അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു t², വേർ എക്സ് ഇസ് ദ പൊസിഷൻ ആൻഡ് t² is the ടൈം. ക്ലിയർ അല്ലേ. നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ഇതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് ദാറ്റ് ഈസ് ഫൈൻഡ് the average speed between 2 second and 3 second. ഓക്കെ, ടൈം t is equal to 0. വണ്ടി ഇവിടെ നിന്നാണ് തുടങ്ങിയത്, കാർ തുടങ്ങിയത് ടൈം t is equal to 0, എക്സ് is equal to 0 എന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇടയ്ക്കുള്ള ആവറേജ് സ്പീഡാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ, പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ പഠിക്കും. തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചില്ലേ, ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ ടി. അവിടെ ഹൈറ്റ് ആയിരുന്നു, ഇവിടെ പൊസിഷൻ ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് എന്ത്, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 ആണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ. അതിൽ x2 എന്താ, x2 ഫൈനൽ പൊസിഷൻ, x1 ഇനീഷ്യൽ പൊസിഷൻ, t2 എന്താ ഫൈനൽ ടൈം, t1 ഇനീഷ്യൽ ടൈം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു x2ൻ്റെ വാല്യൂ എന്തായിരിക്കും, നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ വേണ്ടേ അല്ലേ. 2 സെക്കൻഡ്സിൽ നിന്ന് 3 സെക്കൻഡ് ഇടയ്ക്കുള്ള ആവറേജ് സ്പീഡ് അല്ലേ വേണ്ടേ. അപ്പോൾ ടൈം t ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് വരും, ഇത് ഇക്വേഷനകത്ത് പുട്ട് ചെയ്താൽ പോരെ. ഇത് ഇക്വേഷനകത്ത് പുട്ട് ചെയ്താൽ മതിയല്ലോ. എക്സും ടീനെ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ ടീൻ്റെ വാല്യൂ 3 എന്ന് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു t² എന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ t ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ടീൻ്റെ പകരം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3² ദാറ്റ് ഈസ് 9 എന്ന് കിട്ടും അല്ലേ. 9 യൂണിറ്റ്സ്, 9 മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം മീറ്റർ ആണെന്നിരിക്കട്ടെ, 1 മീറ്റർ 2 മീറ്റർ എക്സെട്ര. ഓക്കെ, അതേപോലെ ടൈം t ഈസ് ഈക്വൽ ടു 2 ആകുമ്പോഴത്തേക്കുള്ള എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ടീൻ്റെ വാല്യൂ ഈക്വേഷനിൽ ടീൻ്റെ വാല്യൂ 2 എന്ന് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ എന്ന് കിട്ടും അല്ലേ. 2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡ് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്ന് കിട്ടും, x2ൻ്റെ വാല്യൂ 9 അല്ലേ, ഇത് x2 ആണ്, ഇത് x1 ആണ്. ഓക്കെ, ഇത് t2 ഇത് t1 അല്ലേ, ഫൈനലും ഇനീഷ്യലും ആണ് അല്ലേ. അപ്പോൾ x2ൻ്റെ വാല്യൂ 9, x1ൻ്റെ വാല്യൂ എത്രയാണ് 4 അല്ലേ, ഡിവൈഡഡ് ബൈ t2ൻ്റെ വാല്യൂ എന്താ, t2ൻ്റെ വാല്യൂ 3 ആണ്, t1ൻ്റെ വാല്യൂ 1 ആണ്. ഇതല്ലേ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. 3 തൊട്ട് സെക്കൻഡ് തൊട്ട് 3rd സെക്കൻഡ് വരെയുള്ള ആവറേജ് സ്പീഡാണ് എന്ത്, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതിന് വാല്യൂ എത്ര കിട്ടും, ദാറ്റ് ഈസ് 5 ഡിവൈഡ് ബൈ 1 അല്ലേ. അത്രയും
മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. കാര്യം മനസ്സിലായാലോ? അപ്പം ആവറേജ് സ്പീഡ്, ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം. ആവറേജ് സ്പീഡ് ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണോ? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ല. ഇത് 3 തൊട്ട് 2 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെയുള്ള ആവറേജ് സ്പീഡാണ് എന്ത് 5 സെക്കൻഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആവറേജ് സ്പീഡ് അല്ല വേണ്ടത്. നമുക്ക് സെക്കൻഡ് രണ്ടാമത്തെ സെക്കൻഡിൽ നമ്മൾ വണ്ടിയുടെ സ്പീഡോമീറ്റർ നോക്കിയാൽ അപ്പോഴത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ തന്നേക്കുന്ന 5 മീറ്റർ എന്ന് പറയുന്ന ആവറേജ് സ്പീഡല്ലേ, നമുക്ക് സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് നമുക്ക് വേണ്ടത്. സെക്കൻഡിൽ നമ്മൾ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ എത്ര ആയിരിക്കും സ്പീഡ് എന്നാണ് നമുക്ക് വേണ്ടത്. അത് 3 ആയിരിക്കും, അത് ഈ 5 ആയിരിക്കുമോ? 5 അല്ല. കാരണം 5 എന്താണ്, അത് 2 തൊട്ട് 3 വരെയുള്ള മുഴുവൻ സ്പീഡിൻ്റെ ആവറേജ് ആണ് എന്ത് നമുക്ക് 5 കിട്ടിയത്. ക്ലിയർ അല്ലേ? നമുക്ക് മുഴുവനും വേണ്ട, നമുക്ക് 2 സെക്കൻഡിൽ നമ്മൾ സ്പീഡോമീറ്റർ നോക്കിയാൽ അപ്പോൾ ഉള്ള സ്പീഡ് നമുക്ക് വേണ്ടേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, നമുക്ക് 2 സെക്കൻഡിലെ സ്പീഡല്ലേ നമുക്ക് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 2 തൊട്ട് 3 വരെയല്ലേ നമ്മൾ എടുത്തേ, 2 തൊട്ട് 3 എടുക്കാതെ നമുക്ക് ആ ടൈം ഇൻ്റർവൽ ഒന്ന് കുറച്ച് നോക്കാം. അതായത് നമുക്കിപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ആവറേജ് സ്പീഡ് വെൻ ബിറ്റ്വീൻ 2 സെക്കൻഡ് ടു 2.1 സെക്കൻഡ് ആക്കാം. ഓക്കെ, നേരത്തെ 2 തൊട്ട് 3 വരെ എടുത്ത്, ഇപ്പം 2 തൊട്ട് 2.1 സെക്കൻഡ് ആക്കി. ആ ടൈം ഇൻ്റർവൽ നമ്മൾ കുറച്ചു. നേരത്തെ 2 തൊട്ട് 3 ആയിരുന്നു, അതിപ്പോൾ ആ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി എത്ര വന്നു? ആദ്യത്തെ കേസിൽ ഡെൽറ്റ ടി എത്രയായിരുന്നു? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആയിരുന്നു അല്ലേ. 3 - 2 ഡെറ്റ് ഇസ് 1 സെക്കൻഡാണ് നമുക്ക് കിട്ടി അല്ലേ. 3 - 2. ഈ കേസിൽ നമ്മൾ ആ ടൈം ഇൻ്റർവൽ അങ്ങ് കുറച്ചു. 2 2.1 സെക്കൻഡ് വരെയുള്ള ആവറേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ടി എത്രയെന്ന് കിട്ടും? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 2.1 - 2 ദാറ്റ് ഈസ് 0.1 എന്ന് കിട്ടത്തില്ലേ. ക്ലിയർ അല്ലേ? ഇനി പറഞ്ഞേ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചേ. ആവറേജ് സ്പീഡ് എന്ന് കിട്ടും? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു x2 - x1 ഡിവൈഡ് ബൈ T2 - T1 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു x2ൻ്റെ വാല്യൂ എന്തെന്ന് വരും? വാല്യൂ പൊട്ട് ചെയ്താൽ പോരെ. T2 എന്താ? ഇതാണ് T2 അല്ലേ. x1 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 എന്ന് കിട്ടത്തില്ലേ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അതേ ഈക്വേഷനകത്ത് പൊട്ട് ചെയ്താൽ മതി അല്ലേ. വേണേ ഇങ്ങനെ എഴുതാം, വെൻ T1 ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? T2ൻ്റെ വാല്യൂ നമ്മൾ എത്ര എടുത്തേക്കുന്നത്? 2.1 സെക്കൻഡ് അല്ലേ. 2.1 സെക്കൻഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിൻ്റെ വാല്യൂ 2.1ൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. ടി സ്ക്വയർ 2.1ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 2.1ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 2.1ൻ്റെ സ്ക്വയർ ഈസ് 4.41 അല്ലേ. 4.41 അല്ലേ 4.41 ആണല്ലേ. 4.41. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അപ്പോൾ x2 ഇത് x1 ഇത് x1 ഇത് x2 അല്ലേ. അപ്പോൾ x2ൻ്റെ വാല്യൂ 4.41 മൈനസ് x1ൻ്റെ വാല്യൂ 4 എന്നല്ലേ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടീൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 2.1 - 2 ദാറ്റ് ഈസ് 0.1 അല്ലേ. എത്രയെന്ന് കിട്ടും? അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഇത് 0.41 ഡിവൈഡ് ബൈ 0.1 എന്ന് കിട്ടത്തില്ലേ അല്ലേ. 0.41 ഡിവൈഡ് ബൈ 0.1 എത്രയെന്ന് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4.1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 4.1 മീറ്റർ പെർ സെക്കൻഡ്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ 2 തൊട്ട് 2.1 സെക്കൻഡിൻ്റെ ഇടയ്ക്കുള്ള ആവറേജ് സ്പീഡ് എത്രയാണ്? അത് നമുക്ക് 4.1 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടിയത്. കാര്യം മനസ്സിലായോ? അപ്പോൾ 2 തൊട്ട് 3 വരെയുള്ള ആവറേജ് സ്പീഡ് എത്രയായിരുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. 2 തൊട്ട് 2.1 വരെയുള്ള സ്പീഡ് എത്ര കിട്ടി? ആവറേജ് സ്പീഡ് എത്ര കിട്ടി? 4.1 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ക്ലിയർ ആണല്ലോ? പക്ഷെ നമുക്ക് ഇപ്പോഴും 2 to 2.1 ഉള്ള സ്പീഡല്ല നമുക്ക് വേണ്ടത്. നമുക്ക് 2 സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് ടൈം ഇൻ്റർവൽ കുറച്ച് നോക്കാം. നമ്മൾ നേരത്തെ 2 to 2.1 അല്ലേ എടുത്തത്. ഇപ്പം 2 തൊട്ട് 2.01 സെക്കൻഡിന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻഡ് average velocity of car from 2 seconds to 2.01 സെക്കൻഡ്. കണ്ടോ?
അപ്പോൾ ഇൻ്റർവൽ പിന്നെയും കുറഞ്ഞു. നേരത്തെ 2 തൊട്ട് 3 ആയിരുന്നു, പിന്നെ 2 തൊട്ട് 2.1 ആക്കി, ഇപ്പോൾ 2 തൊട്ട് 2.01 സെക്കൻഡ് ആക്കി. ടൈം ഇൻ്റർവൽ പിന്നെയും കുറഞ്ഞു അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി ഇവിടെ എത്രയാ? ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് 2.01 മൈനസ് 2, ദാറ്റ് ഈസ് 0.01 സെക്കൻഡ് ആയി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എന്തെന്ന് കിട്ടും? x1ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് വെൻ t1 is equal to 2 seconds ആകുമ്പോൾ x1ൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. t2ൻ്റെ വാല്യൂ 2.01 എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ x2ൻ്റെ വാല്യൂ 2.01 അതിൻ്റെ സ്ക്വയർ എന്ന് വരും അല്ലേ. 2.01 അതിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.01ൻ്റെ സ്ക്വയർ എത്രയാടാ? ദാറ്റ് ഈസ് 4.0401 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ ആവറേജ് സ്പീഡ് എത്രയെന്ന് കിട്ടും? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 4.0401 അല്ലേ, മൈനസ് 4 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടീൻ്റെ വാല്യൂ എത്രയാ? 2.01 മൈനസ് 2 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0401 ഡിവൈഡ് ബൈ 0.01 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ എത്രയെന്ന് കിട്ടും? 4.01 സെക്കൻഡ്സ് കിട്ടും അല്ലേ. അത്രയും മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. 4.01 അത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം നോക്കിയേ. ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടീൻ്റെ വാല്യൂ നമ്മൾ 1 സെക്കൻഡ് എടുത്തപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എത്ര കിട്ടിയത്? ആവറേജ് സ്പീഡ് നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? നമ്മൾ ടൈം ഇൻ്റർവൽ 0.1 സെക്കൻഡ് ആക്കിയപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് 4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ശരിയല്ലേ? ഡെൽറ്റ ടീൻ്റെ വാല്യൂ നമ്മൾ 0.01 സെക്കൻഡ് ആക്കിയപ്പോൾ ആവറേജ് സ്പീഡ് നമുക്ക് 4 ഇത് 4 അല്ലല്ലോ, ഇത് 4.1 അല്ലേ, ഇത് 4.1 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി അല്ലേ. 4.1 മീറ്റർ പെർ സെക്കൻഡ്, ഇതിൻ്റെ വാല്യൂ ഒരു 4.01 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ എന്ത് മനസ്സിലാക്കാം? നമ്മൾ ആ ടൈം ഇൻ്റർവൽ കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ആ വാല്യൂ 4ൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത് അല്ലേ. വാല്യൂ 4ൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി at time t is equal to 2 seconds is equal to എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ആവറേജ് സ്പീഡ് കൊണ്ട് വലിയ പ്രയോജനമില്ല, നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് വേണ്ടത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ 2 തൊട്ട് 3 വരെ കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് വണ്ടിയുടെ ആവറേജ് സ്പീഡ് 5 എന്നാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഇൻ്റർവൽ കുറേ കൂടി അങ്ങ് കുറച്ചുകൂടി ചെറുതാക്കി 2 to 2.1 വരെയുള്ള ആവറേജ് കണ്ടുപിടിച്ചു. അപ്പോൾ 4.1 എന്നാണ് കിട്ടിയത്. ടൈം ഇൻ്റർവൽ നമ്മൾ പിന്നെയും ചെറുതാക്കി, പിന്നെ കുറവാക്കി, 2 to 2.201 2 to 2.01 വരെ ആക്കിയപ്പോഴത്തേക്കും ടൈം ഇൻ്റർവൽ നമുക്ക് എത്ര കിട്ടി? നമുക്ക് ആ സ്പീഡ് ലിമിറ്റ് എത്ര കിട്ടി? 4.01 എന്ന് കിട്ടി. ഇനി നമ്മൾ ഡെൽറ്റ ടി പിന്നെ ചെറുതാക്കുവാണെങ്കിലോ, ഡെൽറ്റ ടി നമ്മൾ ഇനി അടുത്ത കേസിൽ ഡെൽറ്റ ടി നമ്മൾ 0.001 സെക്കൻഡ് ആക്കുകയാണെങ്കിലോ, അപ്പോൾ ഈ വാല്യൂ പിന്നെ അങ്ങ് ചെറുതാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആവറേജ് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 4.001 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഡെൽറ്റ ടീൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇല്ല, ഇത് ഡെൽറ്റ ടീൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഡെൽറ്റ ടീൻ്റെ വാല്യൂ 1 ആയിരുന്നു, പിന്നെ 0.1 ആയി, പിന്നെ 0.01 ആയി, പിന്നെ 0.001 ആയി. അപ്പോൾ ഡെൽറ്റ ടീൻ്റെ വാല്യൂ നമ്മൾ ചെറുതാക്കി നമുക്ക് എവിടെ വരെ കൊണ്ടുപോകാം? 0 വരെ കൊണ്ടുപോകാം അല്ലേ. 0 വരെ നമുക്ക് എത്താൻ പറ്റത്തില്ല, 0ലേക്ക് അപ്രോക്സിമേറ്റ്ലി 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കിട്ടും അല്ലേ. ആ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 4 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ടൈം ഇൻ്റർവലും കുറച്ചാണ് കൊണ്ടുവരുന്നത്. ക്ലിയർ അല്ലേ? ഒരു സാധനത്തിന് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടൈം ഇൻ്റർവൽ ഭയങ്കര സ്മോൾ ആയിട്ട് എടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് ടൈം ഇൻ്റർവൽ എന്തായിരിക്കും? ഡെൽറ്റ ടി ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ശരിയല്ലേ? ഡെൽറ്റ ടി കുറയുന്നതനുസരിച്ച്, ടൈം ഇൻ്റർവൽ കുറയുന്നതനുസരിച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസിന് തൊട്ടടുത്തുള്ള വാല്യൂ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഡെൽറ്റ ടി ഓൾമോസ്റ്റ് 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്തായിരിക്കും? കിട്ടുന്ന വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്മൾ ഇനി ഈ വാല്യൂ പിന്നെയും ചെറുതാക്കുന്നതനുസരിച്ച്, ഈ വാല്യൂ ഡെൽറ്റ ടിൻ്റെ വാല്യൂ പിന്നെയും സ്മോൾ ആക്കുന്നതനുസരിച്ച് നമുക്ക് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറും?
ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊരു ഭയങ്കര മെനക്കെട്ട പ്രോസസ്സാണ് അല്ലേ? എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ഡെൽറ്റ ടിൻ്റെ വാല്യൂ കുറച്ച് നമ്മൾ ചെറുതാക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീഡിയസ് പ്രോസസ്സാണ്. അപ്പോൾ ആ ടീഡിയസ് പ്രോസസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ കണ്ടുപിടിച്ചത്. ഡിഫറൻസിയേഷൻ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. നോക്കിയാൽ എങ്ങനെ? ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് വേണ്ടത് അല്ലേ? നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് വേണ്ടത് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 2 seconds. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടി, ഡിഫറൻഷിയേറ്റ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അല്ലേ? അപ്പോൾ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2t എന്ന് കിട്ടും. ഡിഫറൻഷിയേറ്റ് എങ്ങനെ ചെയ്യുന്നതൊക്കെ പിന്നെ പറഞ്ഞുതരാം, ഇത്ര ഓർത്താൽ മതി. വെലോസിറ്റി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2t ആണ് കിട്ടുന്നത്. അപ്പോൾ വെലോസിറ്റിൻ്റെ വാല്യൂ നമുക്ക് 2t എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2ൻ്റെ വാല്യൂ നമുക്ക് ഏത് ടൈമിലാണ് വേണ്ടത്? ടൈം ടി ഈക്വൽ 2 seconds അല്ലേ വേണ്ടേ? ടീൻ്റെ വാല്യൂ 2 എന്ന് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 4 m/s എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ഒരു ഫംഗ്ഷൻ മാറുമ്പോൾ അതിന് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഒരു ഓപ്പറേഷനാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാൽക്കുലേഷൻ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാതെ ഒറ്റയടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ചേഞ്ച് ഓഫ് റേറ്റിൻ്റെ ആവറേജ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലായല്ലോ? ഡിഫറൻസിയേഷൻ ഈസ് യൂസ്ഡ് ടു മെഷർ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു സംതിങ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അല്ലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് വി ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്താ? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആവറേജ് സ്പീഡാണ് അല്ലേ? ആ ആവറേജ് സ്പീഡിനെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാക്കാൻ എന്ത് ചെയ്യുക? ആ ഡെൽറ്റ ടീൻ്റെ വാല്യൂ അങ്ങ് ചെറുതാക്കിയാൽ മതി. ഡെൽറ്റ ടി ആ ടൈം ഇൻ്റർവൽ അങ്ങ് ഷോർട്ടാക്കിയാൽ മതി അല്ലേ? ചെറുതാക്കുക എന്ന് പറയുന്നത് നമുക്ക് എവിടെ വരെ കൊണ്ടുപോകാം? ഓൾമോസ്റ്റ് 0 വരെ കൊണ്ടുപോകാം അല്ലേ? അതാണ് ലിമിറ്റ് ഇട്ടിട്ട് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് എഴുതുന്നത്. ക്ലിയർ അല്ലേ? ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് വെച്ചാൽ ആ ഇൻ്റർവൽ എടുത്തേക്കുന്നത് തീരെ ചെറുതാണ്. 0 അല്ല, ഓൾമോസ്റ്റ് 0 ആണ്. ഒരു 0.00001 ആണ്. ക്ലിയർ അല്ലേ? 0 ആക്കിയ വാല്യൂ എന്തായി പോകും? ഇൻഫിനിറ്റി ആയി പോകും അല്ലേ? ഡെൽറ്റ ടീൻ്റെ വരെ 0 എടുക്കാൻ പറ്റില്ല. ഡെൽറ്റ ടീൻ്റെ വരെ 0 എടുത്തു കഴിഞ്ഞാൽ മൊത്തം വാല്യൂ ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ ഓൾമോസ്റ്റ് 0 ആണ് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അതാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഷോർട്ടായിട്ട് എഴുതും dx/dt. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ആദ്യമേ എഴുതിയത്. കണ്ടോ? ഇൻസ്റ്റൻറ്റേനിയസ് ആവറേജ് സ്പീഡ് എന്താ? ആവറേജ് റേറ്റ് എന്താ? ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ ടി. അതിൽ തന്നെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആക്കിയാൽ അത് dh/dt നമ്മളങ്ങ് എഴുതും. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ y is a function of x ആണെങ്കിൽ ഇതിന് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ dy/dx ആയിട്ട് എഴുതാം. dy/dx. ക്ലിയർ അല്ലേ? dy/dx അല്ലെങ്കിൽ y ഡാഷ്, ചില ബുക്കിൽ y ഡാഷ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ dy/dx അല്ലെങ്കിൽ y ഡാഷ് അല്ലെങ്കിൽ f ഓഫ് എക്സിൻ്റെ ഡാഷ്. ക്ലിയർ അല്ലേ? അപ്പോൾ y എന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ആ ഡെറിവേറ്റീവ് നമ്മൾ dy/dx എന്നോ അല്ലെ y ഡാഷ് എന്നോ അല്ലെങ്കിൽ f ഓഫ് എക്സിൻ്റെ ഡാഷ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ വായിക്കുന്നത് എങ്ങനെ? ഇറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ക്ലിയർ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ എക്സിനെ റെസ്പെക്റ്റിൽ വൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൻ്റെ ടേംസിൽ വൈ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു നമ്മളിവിടെ എഴുതിയ പോലെ. കണ്ടോ? ടൈമിൻ്റെ ടേംസിൽ എക്സ് എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. സെയിം ടേംസിൽ. ഓക്കെ, മനസ്സിലായി കാണുക ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഇനി ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഡിഫറൻസിയേഷന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ഡിഫറൻസിയേഷൻ പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമുക്ക് നോക്കാം. സോ റൂൾസ്. ഓക്കെ, ഫസ്റ്റ് വൺ, d/dx ഓഫ് x⁻n. ഓക്കെ, x⁻n നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക്
n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടും. അതായത് എക്സ് റേസ് ടു എന്ന ഫോർമാറ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ പവർ ഉണ്ടല്ലോ, n എന്താണ്, n പവറാണ്, ആ പവറിനെ താഴെ ഇറക്കി എഴുതിയിട്ട് പവറിലൊന്ന് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇപ്പം എക്സ് സ്ക്വയർ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പവർ 2 അല്ലേ, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പവർ 2 ആണ്, ആ 2 താഴെ ഇറക്കി എഴുതിയിട്ട് ആ 2-ലൊന്ന് മൈനസ് ചെയ്താൽ മതി. അതാണ് എന്ത് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് റൂൾ, ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് അല്ലേ, അതെപ്പോഴും 0 ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് അല്ലേ, കാരണം ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്ന പരിപാടിയല്ലേ എന്ത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇല്ലല്ലോ, കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ റൂൾസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട കേട്ടോ, ഇതൊന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു കെ എക്സ് റേസ് ടു എൻ ആണെങ്കിലോ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ആ കെ ഇൻറ്റു എക്സ് റേസ് ടു എൻ. അപ്പോൾ കോൺസ്റ്റന്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, കോൺസ്റ്റന്റ് ഒറ്റയ്ക്കാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് 0 ആയി പോകും. കോൺസ്റ്റന്റ് ഒരു വേരിയബിളിൻ്റെ കൂടെ ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് അങ്ങ് വെളിയിലെടുത്താൽ മതി. ആ കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട, അതങ്ങ് ബ്രാക്കറ്റിൽ നിന്ന് വെളിയിലെടുക്കുക. അപ്പോൾ കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് വരും. ക്ലിയർ ആണല്ലോ? ബിക്കോസ് കെ എന്താണ്, കെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് റേസ് ടു എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലേ, പവറിനെ താഴെ ഇറക്കിയിട്ട് ആ പവറിൽ ഒന്ന് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് എക്സ് ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല, ഞങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട സാധനമാണ്. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്, കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ക്ലിയർ അല്ലേ? സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ്, കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്. ക്ലിയർ അല്ലേ? അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്, ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/x ആണ് കിട്ടുന്നത്. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് എത്രയാടോ, 6 കഴിഞ്ഞല്ലേ, ഇനി 7th വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് എന്താ, ഈ എന്താണ്, ഈ എക്സ്പോണൻഷ്യൽ ആണെന്നറിയാലോ, ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് തന്നെ കിട്ടും, അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് തന്നെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ഇപ്പം എത്ര റൂൾസായി, 7 റൂൾസായി അല്ലേ. അടുത്ത റൂൾ ഈസ് സം ഓർ ഡിഫറൻസ് റൂൾ എന്ന് പറയും. സം ഓർ ഡിഫറൻസ് റൂൾ, സം ഓർ ഡിഫറൻസ് റൂൾ, അതായത് രണ്ട് ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ടോട്ടൽ ഡിഫറൻഷിയേറ്റ് കണ്ടുപിടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ലൈക്ക് y is a function of x ആണെന്നിരിക്കട്ടെ. ഓക്കെ, y is a function of x and y2 is also a function of x ആണെന്നിരിക്കട്ടെ. y1 y2യും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് y1 പ്ലസ് ഓർ മൈനസ് y2. ഓക്കെ, y1 പ്ലസ് ഓർ മൈനസ് y2 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ y1 പ്ലസ് y2 അല്ലെങ്കിൽ y1 മൈനസ് y2. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ആയിരിക്കും, ഓരോന്നിനെ പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തമ്മിൽ അഡീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, വലിയ കഥയൊന്നും ഇല്ല, രണ്ടിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി, അല്ലെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് y1 പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് y2 ആയിരിക്കും. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ y1 പ്ലസ് y2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ഇവിടെ y1 പ്ലസ് y2 ആണെങ്കിൽ ഇവിടെ y1 പ്ലസ് y2 ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഈ y1 മൈനസ് y2 ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തത് 9th റൂൾ, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയും. മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താ, y1 ഇൻറ്റു y2 ആണെങ്കിൽ സെയിം തന്നെ y1 y2 എക്സിൻ്റെ ഫംഗ്ഷൻ ആണ്, നമുക്ക് y1 ഇൻറ്റു y2 വേണ്ടത്. ദാറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് y1 ഇൻറ്റു y2. ഓക്കെ, അപ്പോൾ ഇത് y1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് y2 ആയിരിക്കും.
പ്ലസ് y2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് y1. ഓക്കെ, അതായത് y1 ഇൻറ്റു y2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടുന്നത്? y1 എടുത്തിട്ട് y2ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക പ്ലസ് y2 ഇൻറ്റു y1ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y1 ഇൻറ്റു y2ൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് y2 ഇൻറ്റു y1ൻ്റെ ഡെറിവേറ്റീവ്. അതാണ് എന്ത്? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനില്ല. അടുത്തത് ലാസ്റ്റ് റൂള് ഡിവിഷൻ റൂൾ അല്ലെ കോഷ്യന്റ് റൂൾ എന്ന് പറയും. ഓക്കെ, കോഷ്യന്റ് റൂൾ. ഓക്കെ, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് y1 ബൈ y2. ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ, y1 ബൈ y2 ആണ്. ഇപ്പം നേരത്തെ y1 പ്ലസ് ഓർ മൈനസ് y2 ചെയ്തു, y1 ഇൻറ്റു y2 നമ്മൾ എഴുതി. ഇപ്പോൾ y1 ബൈ y2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഏതാ നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ y2 അല്ലേ? അപ്പം താഴെ ഒരു y2ൻ്റെ സ്ക്വയർ എഴുതിയിട്ട് താഴെ ഒരു y2ൻ്റെ സ്ക്വയർ എന്ന് വരും. മുകളിൽ y2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് y1 മൈനസ് y1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് y2. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് y1 ബൈ y2 ആണെങ്കിൽ താഴെ ഒരു y2 സ്ക്വയർ എഴുതിയിട്ട് മുകളിൽ y2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 മൈനസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y2. ക്ലിയർ അല്ലേ? ഇപ്പം എ ബൈ ബി ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് എ ബൈ ബി ആണെങ്കിൽ താഴെ ബീൻ്റെ സ്ക്വയർ മുകളിൽ ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ മൈനസ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ബി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും റൂൾസ് ഉണ്ട്. ഈ റൂൾസ് മുഴുവൻ ഇതുപോലെ ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഈ റൂൾസ് ബൈ ഹാർട്ട് ചെയ്യാതെ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് അതുപോലെ ബൈ ഹാർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടേ? ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും y ഡാഷ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിനെ ഡാഷ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഫൈൻഡ് y ഡാഷ്, അല്ലെങ്കിൽ ഫൈൻഡ് dy ബൈ ഡി എക്സ്, അല്ലെങ്കിൽ ഫൈൻഡ് എഫ് ഓഫ് എക്സിനെ ഡാഷ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് y-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് dy ബൈ ഡി എക്സ് വേണ്ട അല്ലേ? അപ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് വൈക്ക് പകരം എക്സ് ക്യൂബ് എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? അല്ലേ? y ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അപ്പോൾ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ വൈക്ക് പകരം എക്സ് ക്യൂബ് എന്ന് ഇടുക. ഇനി ഇത് ഏത് ഫോർമാറ്റാണ്? ഇത് ഫസ്റ്റ് ഫോർമാറ്റ് അല്ല, എക്സ് റേസ് ടു n എന്ന് പറയുന്ന ഫോർമാറ്റാണ് അല്ലേ? ഇത് ഈ ഫോർമാറ്റാണ്, ഇത് അല്ലേ? എക്സ് റേസ് ടു n എന്ന് പറയുന്ന ഫോർമാറ്റാണ് അല്ലേ? അപ്പോൾ അതിൽ എന്താ ചെയ്യുക? ആ പവർ താഴെ ഇറക്കി എഴുതിയിട്ട് പവറിലൊന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ എക്സ് റേസ് ടു n അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? പവർ 3 അല്ലേ? അപ്പോൾ 3 താഴെ ഇറക്കിയിട്ട് ആ പവറിലൊന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എക്സ് റേസ് ടു 2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ dy ബൈ ഡി എക്സ് അല്ല, y ഡാഷിൻ്റെ വാല്യൂ എന്ത് കിട്ടി? ദാറ്റ് ഈസ് 3x സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 3x സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, y ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ dy ബൈ ഡി എക്സ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് വൈക്ക് പകരം എന്ത് എഴുതാം? റൂട്ട് ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 1/2 അറിയാലോ. എക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/2 അല്ലേ? അപ്പോൾ ഇത് സെയിം ഫോർമാറ്റ് തന്നെ വരുമല്ലോ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സിനെ എക്സ് റേസ് ടു 1/2 ആയിട്ട് എഴുതാം അല്ലേ? ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായി? 1/2 ആയി. സംതിങ് റേസ് ടു n. അപ്പോൾ എന്നിനെ താഴെ ഇറക്കിയിട്ട് എന്നിലൊന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 എത്രയാ? 1/2 മൈനസ് 1 ഇസ് -1/2 അല്ലേ? -1/2 എന്ന് വരും.
അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് വില എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഡെറിവേറ്റീവ് ഇസ് 1/2 ഇൻറ്റു എക്സ് റേസ് ടു -1/2. ക്ലിയർ അല്ലേ? വേണേൽ ഇതിനെ കുറച്ചുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ പവർ -1/2 അല്ലേ? അപ്പോൾ താഴെ ഇറക്കുമ്പോൾ പോസിറ്റീവ് ആവുമല്ലോ അല്ലേ? പവർ മുകളിൽ നെഗറ്റീവ് ആണെങ്കിൽ താഴെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ പവർ അങ്ങ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എഴുതാം. ശരിയല്ലേ? മുകളിൽ പവർ നെഗറ്റീവ് ആണെങ്കിൽ ഡിനോമിനേറ്റർ വരുമ്പോൾ പോസിറ്റീവ് എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ റൂട്ട് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടി? 1/2 റൂട്ട് എക്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സ് റേസ് ടു 1/2 അല്ലെ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓക്കെ, അപ്പോൾ സെയിം തന്നെ ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് റേസ് ടു 1/3 അല്ലേ? എക്സിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1/3 അറിയാലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ പവറിന് താഴെ ഇറക്കി, അപ്പോൾ ക്യൂബ് 1/3 താഴെ വരുമ്പോൾ 1/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 -1. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 -1 എത്രയാ? 1/3 -1 ഇസ് -2/3 അല്ലേ? പവർ നെഗറ്റീവ് ആണ്, അപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു 2/3 എന്ന് വരും. അതാണ് എന്ത്? ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/3 എക്സ് റേസ് ടു 2/3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് y ഇസ് ഈക്വൽ ടു 1/√(x) കണ്ടുപിടിച്ചേ, തന്നെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നമുക്ക് വേണേൽ y ഇസ് ഈക്വൽ ടു √(x റേസ് ടു -1) എഴുതാമല്ലോ അല്ലേ? അല്ല വേണേൽ ഇതിനെങ്ങനെ എഴുതാം? 1/x റേസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? ഇനി ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകുമ്പോൾ പവർ അങ്ങ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു -1/2 എന്ന് വരും, -1/2 അല്ലേ? ഇനി സെയിം തന്നെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -1/2 അല്ലേ? പവർ താഴെ വരും, അപ്പോൾ 1/2 ഇൻറ്റു എക്സ് റേസ് ടു -1/2 -1 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു എക്സ് റേസ് ടു -1/2 -1 എത്രയാ? -3/2 അല്ലേ? അപ്പോൾ -3/2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ പവർ നെഗറ്റീവ് ആണ്, അപ്പോൾ താഴെ കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് എന്നാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 എക്സ് റേസ് ടു 3/2 എന്ന് വരും. ഓക്കെ അല്ലേ? വേണേൽ ഇതിനെ എങ്ങനെ എഴുതാം? -1/2 ഇൻറ്റു √(x)ൻ്റെ ക്യൂബ് ശരിയല്ലേ? അല്ലേ? എക്സ് റേസ് ടു 3/2 നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലേ? എക്സ് റേസ് ടു 1/2 ദ ഹോൾ ക്യൂബായിട്ട് എഴുതാം. ശരിയല്ലേ? √(x) നമുക്കറിയാം, എക്സ് റേസ് ടു 1/2 ഇസ് √(x) അല്ലേ? അതിൻ്റെ ക്യൂബായിട്ട് വരും. അപ്പോൾ എക്സ് റേസ് ടു 3/2 നമുക്ക് √(x)ൻ്റെ ക്യൂബായിട്ട് എഴുതാം അല്ലേ? അപ്പോൾ എന്തെന്ന് വരും? ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ √(x)ൻ്റെ ക്യൂബ്. ഓക്കെ അല്ലേ? അടുത്തത് y is equal to 4x cube. y is equal to 4x cube. അപ്പോൾ dy by dx is equal to d by dx of yക്ക് പകരം 4x cube അല്ലേ? ഇനി എക്സ് ക്യൂബ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ 4 എന്ന് പറയുന്ന പോസിറ്റീവ് ഇതല്ലേ, കോൺസ്റ്റന്റ് അല്ലേ? 4 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഏത് ഫോർമാറ്റ് വരും? ഈ റൂൾ അല്ലേ? തേർഡ് റൂൾ കണ്ടല്ലേ? തേർഡ് റൂൾ ആണല്ലേ? ഈ ഒരു ഫോർമാറ്റ് ആണ് അല്ലേ? ഈ ഒരു ഫോർമാറ്റ് അല്ലേ? എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് വന്നാൽ ആ കോൺസ്റ്റന്റ് അങ്ങ് വെളിയിലെടുക്കാം അല്ലേ? നമുക്ക് ബ്രാക്കറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതുപോലെ ഇത് 4x ക്യൂബാണ് അല്ലേ? 4x ക്യൂബാണ്. അപ്പോൾ നമുക്ക് 4 അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ ക്യൂബ് എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പവറിന് താഴെ ഇറക്കി എക്സ് റേസ് ടു 3 - 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12x² എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അല്ലെ y ഡാഷ് അതിൻ്റെ വാല്യൂ എന്താ?
12x² ആണ്. ക്ലിയർ അല്ലേ? ഈസി ആണല്ലോ, വലിയ കഥയൊന്നും ഇല്ല. ആ റൂൾസ് അങ്ങ് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് 6th one, y is equal to 4x² plus 5x plus 6. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോർമാറ്റ് ആണ്? ഇവിടെ നോക്കുമ്പോൾ ഒന്നിലധികം ടേംസ് വന്നില്ലേ അല്ലെ? ഇവിടെ കുറേ ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇത് y1 ആയിട്ട് എടുക്കാം, ഇത് y2 ആയിട്ട് എടുക്കാം, ഇത് y3 ആയിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ ഇത് അഡീഷൻ റൂൾ അല്ലേ? സം അല്ലെ ഡിഫറൻസ് റൂൾ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ d/dx ഓഫ് ഒന്നിലധികം ടേംസ് വരുമ്പോൾ എന്ത് ചെയ്യുക? ഓരോ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തമ്മിൽ അവസാനം ആഡ് ചെയ്താൽ മതി, അല്ലെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ dy/dx ഓഫ് അല്ലേ dy1/dx പ്ലസ് dy2/dx പ്ലസ് dy3/dx. ക്ലിയർ അല്ലേ? 3 ടേംസ് ഉണ്ട്. അപ്പോൾ 3 ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് y1 എന്താ? 4x² അല്ലേ? അപ്പോൾ 4x² പ്ലസ് d/dx ഓഫ് y2 എന്താ? 5x അല്ലേ? അപ്പോൾ 5x പ്ലസ് d/dx ഓഫ് 6 അല്ലേ? ഇനി 4x² നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് വരുമ്പോൾ കോൺസ്റ്റന്റ് നമുക്ക് വെളിയിലെടുക്കാം അല്ലേ? അപ്പോൾ 4 ഇൻറ്റു d/dx ഓഫ് x² എന്ന് വരും, ശരിയല്ലേ? പ്ലസ് d/dx ഓഫ് 5x അല്ലേ? ഇത് 5x ആണ്, 5x ഇത്. അതിൽ 5 കോൺസ്റ്റന്റ് അല്ലേ? എക്സിൻ്റെ കൂടെ 5 വന്നാൽ 5 നമുക്ക് വെളിയിലെടുക്കാം അല്ലേ? അപ്പോൾ 5 ഇൻറ്റു d/dx ഓഫ് x എന്ന് വരും, ശരിയല്ലേ? പ്ലസ് d/dx ഓഫ് 6. നമുക്കറിയാം 6 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലേ? അത് പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല. 6 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 അല്ലേ? അപ്പോൾ ഇത് 0 ആയിപ്പോയി. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി പറഞ്ഞപ്പോൾ 4 ഇൻറ്റു x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x⁻², അല്ലേ? അപ്പോൾ 2 താഴെ ഇറക്കി, എന്നിട്ട് x⁻2 - 1 വരും, ശരിയല്ലേ? പ്ലസ് 5 ഇൻറ്റു d/dx ഓഫ് x. അപ്പോൾ d/dx ഓഫ് x എന്ന് പറയുമ്പോൾ x⁻1 അല്ലേ? അപ്പോൾ പവർ 1 ആണ്. അപ്പോൾ താഴെ 1 ഇറക്കിയിട്ട് ആ 1ൽ ഒരു 1 മൈനസ് ആവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 എന്ന് വരും, 8 ഇൻറ്റു x എന്ന് വരും അല്ലേ? x⁻2 - 1 x⁻1 ആണ്. അപ്പോൾ 8x പ്ലസ് ഇതെന്താ? ഇത് 5 ഇൻറ്റു x⁻0 എന്ന് വരത്തില്ലേ? x⁻0 എന്ന് പറയുമ്പോൾ എത്രയാണ്? x⁻0 സംതിങ് (0) ഇസ് എന്തുവാ? സംതിങ് (0) ഇസ് 0 അല്ലേ? അല്ല, 1 ആണ്. ഓക്കെ, സംതിങ് (0) 0 അല്ല കേട്ടോ, 1 ആണ്. ഓക്കെ, അപ്പോൾ x⁻0 ഇസ് നോട്ട് 0, x⁻0 ഇസ് 1 ആണ് അല്ലേ? അപ്പോൾ ഈ ടേം 1 ആയി പോകും. അപ്പോൾ 8x പ്ലസ് 5 ഇൻറ്റു 1 അല്ലേ? ദാറ്റ് ഈസ് 5 എന്ന് വരും. ഈ ടേം 1 ആണ്, ഇതിൻ്റെ വാല്യൂ 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ dy/dx എന്ത് കിട്ടി? dy/dx ഇസ് ഈക്വൽ ടു 8x പ്ലസ് 5 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇസ് 8x പ്ലസ് 5. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അപ്പോൾ y ഇസ് ഈക്വൽ ടു 5x⁻1/2 മൈനസ് 6x3/2 അല്ലേ? x⁻3/2. അപ്പോൾ dy/dx കണ്ടുപിടിച്ചേ. അപ്പോൾ dy/dx അല്ലെ y ഡാഷ് അല്ലെങ്കിൽ f(x) ഡാഷ് ഇസ് ഈക്വൽ ടു d/dx ഓഫ്, അപ്പോൾ സബ്ട്രാക്ഷൻ അല്ലേ? 2 ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 ടേംസ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ? കാരണം നടുക്ക് മൈനസ് ആണ്. അപ്പോൾ മൈനസോ പ്ലസ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അവസാനം അതുപോലെ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ d/dx ഓഫ് 5x⁻1/2 അല്ലേ? 5x⁻1/2 മൈനസ് d/dx ഓഫ് 6x⁻3/2 അല്ലേ? ഇനി 5 ഒക്കെ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ വെളിയിലെടുക്കാം അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 5 ഇൻറ്റു d/dx ഓഫ് x⁻1/2 അല്ലേ? മൈനസ് 6 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 6 ഇൻറ്റു d/dx ഓഫ് x⁻3/2 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു d/dx ഓഫ് 1/2 അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു x⁻1/2 മൈനസ് 1 മൈനസ് 6 ഇൻറ്റു 3/2 ഇൻറ്റു x⁻3/2 മൈനസ് 1 എന്ന് വരും, ശരിയല്ലേ? ഇതൊരു ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 5/2 എന്ന് വരും. ഇപ്പോൾ 5/2 ഇൻറ്റു x⁻1/2 മൈനസ് 1 ഇസ് -1/2 അല്ലേ? അപ്പോൾ -1/2 മൈനസ്
ഈ 2യും ഈ 6ഉം ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ 3 എന്ന് വരും അല്ലേ. 6ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യാലോ, അപ്പോൾ 3 എന്ന് വരും അല്ലേ. അപ്പോൾ 3 × 3 is 9 അല്ലേ. അപ്പോൾ 9 × x⁻³ - 1/2 is 1/2 അല്ലേ. അപ്പോൾ 1/2 എന്ന് വരും. ക്ലിയർ അല്ലേ. ഇനി x⁻⁻⁴ x⁻⁻² is താഴെ ഇറക്കി എഴുതുമ്പോൾ x⁻⁴ എന്ന് വരും. ദാറ്റ് ഇസ് √x അല്ലേ. അപ്പോൾ 5 / 2 × x⁻⁴ എന്ന് എഴുതാം അല്ലേ. പവർ താഴെ ഇറക്കുമ്പോൾ പോസിറ്റീവ് ആവും അല്ലേ. -9 x⁻⁴ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം x⁻⁴ is √x അല്ലേ. അപ്പോൾ 5/2 √x - 9 √x എന്ന് വരും. ഓക്കെ, അപ്പോൾ dy/dx വാല്യൂ എന്ത് കിട്ടി? dy/dx is equal to 5/2 √x - 9 √x. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ റൂൾ മനസ്സിലായാലോ. ആ റൂളൊക്കെ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ സെറ്റായി. അടുത്ത ക്വസ്റ്റ്യൻ, y is equal to cos x into sin x. ഓക്കെ, ഇതിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ d/dx ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓർക്കുന്നുണ്ടോ? d/dx ഓഫ് y1 into y2 അതെന്തായിരുന്നു? ദാറ്റ് ഈസ് y1 into d/dx ഓഫ് y2 പ്ലസ് y2 into d/dx ഓഫ് y1 അല്ലേ. ഒന്ന് എടുത്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഇവിടെ y1 എന്താ? ഇതല്ലേ y1, ഇതാണ് y1 അല്ലേ, ഇതാണ് y2 അല്ലേ. അപ്പോൾ എന്ത് വരും? dy/dx is equal to cos x into d/dx of y2ൻ്റെ വാല്യൂ sin x ആണ്. അപ്പോൾ sin x പ്ലസ് y2ൻ്റെ വാല്യൂ sin x into d/dx of cos x അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു cos x into d/dx of sin x എന്താ? sin x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? cos x അല്ലേ. ആ റൂൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ sin x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x ആണ് കിട്ടുന്നത്. അപ്പോൾ cos x into cos x എന്ന് വരും. പ്ലസ് sin x into cos x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin x ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ മൈനസ് sin x എന്ന് വരും. ക്ലിയർ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു cos x into cos x. cos x into cos x is cos square x അല്ലേ. cos x into cos x is cos square x അല്ലേ. cos square x ആണോ cos square x square ആണോ? cos square x അല്ല കേട്ടോ, cos square x ആണ്, cos square x square അല്ല. അതൊക്കെ അറിയാലോ അല്ലേ. cos x-ഉം into cos x, cos x into cos x is cos square x കേട്ടോ, അല്ലെ cos square x square എന്ന് വരത്തില്ല. cos x into cos x is cos square x. ഓക്കെ, സോ ഇവിടെ എന്തില്ല? സ്ക്വയർ ഇല്ല കേട്ടോ. അപ്പോൾ cos x into cos x is cos square x പ്ലസ് sin x into minus sin x. ദാറ്റ് ഈസ് അത് മൈനസ് sin square x എന്ന് വരത്തില്ലേ. ഇത് മൈനസ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് മൈനസ് sin square x എന്ന് വരും അല്ലേ. sin x into minus sin x എന്ന് പറയുമ്പോൾ മൈനസ് sin square x. അപ്പോൾ dy/dx is equal to എന്ത് കിട്ടി? dy/dx is equal to cos square x minus sin square x എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു cos 2x. ഓക്കെ, ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y is equal to cos x into sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? cos square x minus sin square x ആണ്. അതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. അപ്പോൾ ഇതിൽ നമ്മുടെ y1 അല്ലേ, ഇത് y1 ഇത് y2. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ അല്ലേ, y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ പ്ലസ് y2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ അല്ലേ. അപ്പോൾ dy/dx is equal to log x into d/dx of sin x plus sin x into d/dx of log x അല്ലേ. d/dx of log x അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു log x into sin x-ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x അല്ലേ. അപ്പോൾ cos x പ്ലസ് sin x into log x-ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x അല്ലേ. 1/x ആ റൂൾസ് അങ്ങ് പഠിച്ചാൽ മതി. log x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x കിട്ടുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു log x cos x പ്ലസ് sin x by x എന്ന് വരും അല്ലേ. sin x into 1/x sin x by x അല്ലേ. അപ്പോൾ dy/dx എന്ത് കിട്ടും? dy/dx is equal to log x cos x plus sin x by x. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ y is equal to tan x. ഇതിന് വാല്യൂ വേണ്ട അല്ലേ.
എങ്ങനെ ചെയ്യും? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ സൈൻ എക്സും കോസ് എക്സും പഠിച്ചിട്ടുണ്ടല്ലേ. സൈൻ എക്സ് നമുക്കറിയാം കോസ് എക്സ് ആണ്, കോസ് എക്സ് നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടാൻ എക്സ് നമുക്കറിയാം, ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് ആയിട്ട് എഴുതാമല്ലോ. കാരണം നമ്മൾ ടാനിൻ്റെ പഠിച്ചിട്ടില്ല, സൈനും കോസും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, y is equal to ടാൻ എക്സിന് പകരം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് അല്ലേ. അതിൽ സൈൻ എക്സ് y1 ആണെന്നിരിക്കട്ടെ, കോസ് എക്സ് y2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് ഡിവിഷൻ റൂൾ വരത്തില്ലേ അല്ലേ, കോഷ്യൻ റൂൾ എന്ന് വരും അല്ലേ, y1 ബൈ y2 അല്ലേ. അപ്പോൾ dy by dx of y1 ബൈ y2 എങ്ങനെയായിരുന്നു? താഴെ ഒരു y2ൻ്റെ സ്ക്വയർ, മുകളിൽ y2 ഇൻറ്റു dy1 ബൈ dx മൈനസ് y1 ഇൻറ്റു dy2 ബൈ dx അല്ലേ. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് വരും? y2 എന്താണ്? y2 കോസ് എക്സ് അല്ലേ. അപ്പോൾ താഴെ കോസ് സ്ക്വയർ എക്സ്, മുകളിൽ കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും. അപ്പോൾ കോസ് എക്സ് അല്ലേ, മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് അല്ലേ, മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് അല്ലേ. ഇനി കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ്, പിന്നെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലേ, മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഇസ് പോസിറ്റീവ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ. മൈനസിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകത്തില്ലേ. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഇസ് പോസിറ്റീവ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ. താഴെ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. ഇനി കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? ട്രിഗ്നോമെട്രി പഠിപ്പിച്ചതാണ് അല്ലേ. ട്രിഗ്നോമെട്രി നമ്മൾ പഠിച്ചതാണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, ഈ വാല്യൂ ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 1 അല്ലേ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ വാല്യൂ 1 ആയി ഇപ്പോൾ 1 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് വരും അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ഇസ് 1 ബൈ കോസ് സ്ക്വയർ എക്സ്. വേണേ ഇതിനെ 1 ബൈ കോസ് എക്സിന് പകരം എന്ത് എഴുതാം? നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് കോസ് എക്സ് ഇസ് സെക്ക് സ്ക്വയർ എക്സ് അല്ലേ. ട്രിഗ്നോമെട്രി നമ്മൾ പഠിച്ചാൽ 1 ബൈ കോസ് എക്സ് ഇസ് സെക് സ്ക്വയർ എക്സ് അല്ലേ, സെക് എക്സ് ആണ് അല്ലേ. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ആകുമ്പോൾ സെക് സ്ക്വയർ എക്സ് വരും അല്ലേ. അപ്പോൾ സെക്കിൻ്റെ സ്ക്വയർ അത്രയും എക്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടാൻ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്താ? സെക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, സെക് സ്ക്വയർ എക്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് സെക് സ്ക്വയർ എക്സ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ, ഓക്കെ അല്ലേ. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ആ റൂൾ അങ്ങ് പഠിച്ചാൽ മതി. ഒരു 10 റൂൾസ് ഉണ്ട്. ആ റൂൾസ് അങ്ങ് ബൈ ഹാർട്ട് ചെയ്താൽ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ഒരു പാട്. അത് നേരത്തെ പറഞ്ഞു, നമുക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് റേറ്റ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഉണ്ട്. ആവറേജ് റേറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആക്കാനായിട്ട് ആ ആവറേജ് എടുക്കുന്ന ഇൻ്റർവൽ അങ്ങ് ഓൾമോസ്റ്റ് 0 ആക്കിയാൽ മതി. ക്ലിയർ അല്ലേ. അതാണ് എന്ത് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ